ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 27 നവംബർ 2020 ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ലെവൽസ് ആൻഡ് ടാർഗറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ്, അതുകൂടാതെ നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 27 നവംബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് അടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മളിവിടെ വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം റീഗെയിൻ ചെയ്തിരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ നിഫ്റ്റി അതിൻ്റെ പ്രീവിയസ് ഡേയിലെ സെൽ ഓഫ് എന്ന് പറയുന്ന ടെൻഡൻസി മാറി ബൈയിങ് എന്ന് പറയുന്ന ടെൻഡൻസി നിഫ്റ്റിയിൽ വന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ ഓൾ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ആയത് 12,906 ലെവലിലായിരുന്നു. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 13,080യും ഇൻട്രാഡേ ലോ 12,790 ലെവലിലുമായിരുന്നു. ഈ ലെവലിലെല്ലാം ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി 12,987 എന്ന ലെവലിൽ ക്ലോസിംഗ് തരുന്നത്. അതായത് വരുന്ന സെഷൻ നോക്കുകയാണെങ്കിൽ 12,800 എന്ന് പറയുന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ് വരുന്നത് 12,700. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷൻ ആവശ്യമായിട്ടുള്ള നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയുടെ ഒന്നാമത്തെ സപ്പോർട്ടായിട്ട് വരുന്നത് 12,960 ലെവലിലാണ്. 12,960 ലെവൽ ബ്രീച്ച് ആവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 12,910 ആണ്. ഈ ലെവലിലും ബ്രീച്ച് ആവുന്നെങ്കിൽ നിഫ്റ്റി 12,830 എന്ന ലെവൽ വരെ വരാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള റെസിസ്റ്റൻസുകൾ മാത്രമേ നിഫ്റ്റിയിൽ കാണുന്നുള്ളൂ. ഒന്നാമത്തെ റെസിസ്റ്റൻസ് 13,050 എന്ന് പറയുന്ന 13,000 റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം രണ്ടാമത്തെ റെസിസ്റ്റൻസ് 13,150 എന്ന ലെവലിലാണ്. അതായത് നിഫ്റ്റിയുടെ നിയർ ടേം ഹൈ എന്ന ലെവലിലേക്കുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് അടക്കാം. ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ എക്സ്പയറി ഡേറ്റ് 3 ഡിസംബർ 2020 ആണ്. ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 13,500 ലെവലിലാണ്. 13,500 ലെവലിൽ അറൗണ്ട് 24,91,000 കോൺട്രാക്റ്റുകളാണ് റേറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 13,000 ലെവലിലാണ്. 13,000 ലെവലിൽ അറൗണ്ട് 20 lakhs കോൺട്രാക്റ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയതും 13,500 ലെവലിലാണ്. അറൗണ്ട് 10 lakh കോൺട്രാക്റ്റുകളാണ് 13,500 ലെവലിൽ ആഡ് ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ 13,000-ന് മുകളിൽ, അതായത് 13,500-ന് അകത്ത് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അതായത് വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയെ റീഗെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടി വരികയാണ്. ഇനി നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒന്നാമത്തെ റെസിസ്റ്റൻസ് 13,050 ലെവലാണ്. രണ്ടാമത്തെ റെസിസ്റ്റൻസ് നിഫ്റ്റിയുടെ കറണ്ട് ഓൾ ടൈം ഹൈ ആയ 13,150 മുതൽ 13,200 വരെയുള്ള റേഞ്ചാണ്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 19 lakh കോൺട്രാക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് 12,800 ലെവലിലാണ്. അതുകൂടാതെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ആഡ് ചെയ്തിരിക്കുന്നതും ഇതേ ലെവലിൽ തന്നെയാണ്. അറൗണ്ട് 12 lakh കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതുകൂടാതെ സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 12,900 ലെവലിലാണ് സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത്. അറൗണ്ട് 17 lakh കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതായത് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സപ്പോർട്ട് 12,900, രണ്ടാമത്തെ സപ്പോർട്ട് 12,800. ഈ രണ്ട് സപ്പോർട്ടുകളാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. 27 നവംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് അടക്കാം.
ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ വൺ ഡേ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതായത് ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിൽ ആണെന്ന് കൂടി നമ്മൾക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ നടക്കുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് കാണാൻ സാധിച്ചതെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി 29,370 എന്ന ലെവലിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഇൻട്രാഡേ ഹൈ 29,623യും ഇൻട്രാഡേ ലോ 28,923 ടച്ച് ചെയ്തതിനു ശേഷം ബാങ്ക് നിഫ്റ്റി 29,549 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അതായത് ബാങ്ക് നിഫ്റ്റി 29,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. പക്ഷേ 30,000 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് ബാങ്ക് നിഫ്റ്റിക്ക് എത്താൻ കഴിഞ്ഞില്ല. ഈ റീജിയനിൽ വളരെ ഹെവി റെസിസ്റ്റൻസ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഫീൽ ആകുന്നത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷൻ ആവശ്യമായിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 29,650 എന്ന ലെവൽ തന്നെയാണ്. അതായത് ഇന്നത്തെ ഇൻട്രാഡേ ഹൈ. അതുപോലെ തന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് 29,890യും മൂന്നാമത്തെ റെസിസ്റ്റൻസ് 30,050യുമാണ്. അതായത് 30,000 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഹെവി റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത് 29,350 എന്ന ലെവലിലാണ്. അതിനുശേഷം 29,000 അതായത് 29,050 എന്ന് പറയുന്നത് സെക്കൻഡും അതുപോലെ തന്നെ ക്രൂഷ്യൽ സപ്പോർട്ടുമായിട്ട് വരും. തേർഡ് സപ്പോർട്ടായിട്ട് വരുന്നത് 28,850 എന്ന ലെവലിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ എക്സ്പയറി 3 ഡിസംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 30,000 ലെവലിലാണ്. അറൗണ്ട് 6,36,000 കോൺട്രാക്റ്റുകളാണ് ഈ ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നതും ഇതേ ലെവലിൽ തന്നെയാണ്. അറൗണ്ട് 3,74,000 കോൺട്രാക്റ്റുകളാണ് 30,000 എന്ന് പറയുന്ന ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 30,000 എന്ന് പറയുന്ന ലെവൽ തന്നെയാണ്. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 28,000 ലെവലിലാണ്. 28,000 ലെവലിൽ നമ്മൾക്ക് അറൗണ്ട് 4,42,000 കോൺട്രാക്റ്റുകളാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നതും 28,000 ലെവലിൽ തന്നെയാണ്. അറൗണ്ട് 2,96,000 കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് ഈ ലെവലിൽ കാണാൻ സാധിക്കുന്നത്. ഇനി 28,000 കൂടാതെ ബാങ്ക് നിഫ്റ്റിയുടെ മറ്റു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് കൂടിയുണ്ട്. അത് 29,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. 29,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അറൗണ്ട് 3,37,000 കോൺട്രാക്റ്റുകളാണ് ഈ 29,000 എന്ന് പറയുന്ന ലെവലിൽ റേറ്റ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ ലെവലിൽ അറൗണ്ട് 1,00,000ഓളം കോൺട്രാക്റ്റുകളാണ് ആഡ് ആയത്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് 30,000 ലെവൽ. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സപ്പോർട്ട് 29,000ഉം അതുപോലെ തന്നെ രണ്ടാമത്തെ സപ്പോർട്ടായിട്ട് വരുന്നത് 28,000ഉമാണ് ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. FIS അഥവാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8,036 കോടി രൂപയുടെ ബൈയിങ്ങും 6,009 കോടി രൂപയുടെ സെല്ലിങ്ങും ആണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 2,027 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3,016 കോടി രൂപയുടെ ബൈയിങ്ങും 6,416 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 3,400 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടന്നത്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി ആക്ടിവിറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. അതായത് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല്ലിങ്ങിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന ചില മാർക്കറ്റ് ന്യൂസുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ന്യൂസ് സീമെൻസ് എന്ന് പറയുന്ന കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് സീമെൻസ് അതിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് 7 രൂപ പെർ ഷെയർ എന്ന രീതിയിൽ ഡിവിഡൻഡ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സീമെൻസിൻ്റെ ഓരോ ഷെയറിനും 2 രൂപ എന്ന ഫേസ് വാല്യൂ ആണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് എക്കണോമിക് റിക്കവറി, അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് റിക്കവറി പ്രകാരം ഫ്യൂൽ സെക്ടറുകളിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായ IOCL, BPCL
ഓയിൽ ഇന്ത്യ എന്നീ സ്റ്റോക്കുകളിൽ നല്ല ഒരു ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ഉണ്ടാകും എന്നൊരു ബ്രോക്കേജ് ഫീംസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് ഉള്ളത് അജന്ത ഫാർമ എന്ന കമ്പനിയാണ്. അജന്ത ഫാർമയുടെ ബൈബാക്ക് ഓപ്പൺ ആകുന്നത് 3 ഡിസംബർ മുതൽ 16 ഡിസംബർ വരെയാണ്. അതുപോലെ തന്നെ PLI സ്കീം, പ്രൊഡക്റ്റീവ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, ഇതിനെക്കുറിച്ച് നമ്മൾ ആൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. PLI സ്കീമിൽ ടെക്സ്റ്റൈൽ സെക്ടറിനെ കൂടി ഉൾപ്പെടുത്താൻ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഒരു ധാരണയായിട്ടുണ്ട്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. PLI സ്കീം എന്താണ്, അതിൽ ഏതൊക്കെ സെക്ടറുകളാണ് ഉൾപ്പെടുന്നത്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നിവയെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇനി PLI സ്കീം റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് ആരതി ഡ്രഗ്സ് എന്ന സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ആരതി ഡ്രഗ്സ് PLI സ്കീമിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യും എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാർമ ആൻഡ് കെമിക്കൽ സെക്ടറിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ IOL കെമിക്കൽസ് PLI സ്കീമിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യില്ല എന്നൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. ഏവിയേഷൻ സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. അതായത് 31 ഡിസംബർ 2020 വരെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇത് ഏവിയേഷൻ സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ അശോക് ലെയ്ലാൻഡിനെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ന്യൂസ്, നിവാർ എന്ന് പറയുന്ന സൈക്ലോൺ ചെന്നൈയിൽ എത്തിയതുകൊണ്ട് അശോക് ലെയ്ലാൻഡിൻ്റെ ഫാക്ടറികൾ അടവിലാണ്. ഇത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പററി ഒരു നെഗറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവ് ന്യൂസ് ഗ്ലെൻമാർക്ക് എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ്. അതായത് റീസെൻ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ IPO വഴി വന്ന സ്റ്റോക്കാണ് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ ഡോ ജോൺസിൻ്റെ സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സിൽ കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ പ്രാവശ്യവും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതായത് ബന്ധൻ ബാങ്ക് ആൾറെഡി ബാങ്കിങ് സെക്ടറിലുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ബിസിനസ് മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടറിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു എന്നത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി LVBS ബാങ്ക്, അതായത് ലക്ഷ്മി വിലാസ് ബാങ്ക്, അതിൻ്റെ പ്രൊമോട്ടേഴ്സ് RBIയുടെ മെർജർ പ്ലാനിന് എഗനിസ്റ്റ് ആയിട്ട് ബോംബെ ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചും ഒരു തീരുമാനമാകും. ഇതൊക്കെയാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.